പത്തനംതിട്ട എയർ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ രാഹുലിന്റെ ഐഫോൺ കസ്റ്റഡിയിലെടുത്തു. ഫോണിന്റെ പാസ്വേഡ് നൽകാതെ രാഹുൽ താമസിച്ച ഹോട്ടൽ മുറി സീൽ ചെയ്തു. മുറിയിൽ അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ അത് വീണ്ടും രാഹുലിന് കുരുക്കാവില്ലേ? ജാമ്യം നൽകാതിരിക്കാൻ ഇത് പ്രധാനപ്പെട്ട കാരണമാവുകയും ചെയ്യും. ഐഫോണിന്റെ പാസ്വേഡ് നൽകില്ല എന്നാണോ രാഹുലിന്റെ നിലപാട്? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കടുംപിടുത്തം തുടരുകയാണ്. അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി ഒട്ടും സഹകരിക്കുന്നില്ല. ഐഫോൺ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഈ ഫോൺ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ തെളിവുകൾ കൂടുതലായും ഈ ഡിജിറ്റൽ തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ ഐഫോണിന്റെ പാസ്വേഡ് അത് നിർബന്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖമാണ് അതിന്റെ പാസ്വേഡ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ നിസ്സഹകരണം കൊണ്ട് അങ്ങനെ ബലം പ്രയോഗിച്ച് ഐഫോൺ തുറന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണ സംഘം ഈ ഫോൺ അത് സയന്റിഫിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സയന്റിഫിക് ലാബിലേക്ക് കൈമാറാനാണ് സാധ്യത. കാരണം ഐഫോൺ പരിശോധിക്കുന്നതിന് സഹകരിക്കാത്ത ഒരു സാഹചര്യം, അന്വേഷണവുമായി സഹകരിക്കാതെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൌനം പാലിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് കാണുന്നത്. ഏതായാലും ഈ പീഡനം, അത് 3 പീഡനമാണ് ഇതുവരെ പോലീസിന് മുന്നിൽ പരാതിയായി എത്തിയത്. 3ാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ മേധാവി ജി പൂങ്കുഴലി നേരിട്ട് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ സഹകരിക്കുന്നില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രധാന തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് ചോദ്യം ചെയ്യൽ. പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ്. വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീട് നടക്കും. മറുഭാഗത്ത് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയും നൽകാനാണ് സാധ്യത. കാരണം കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസിൽ അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട കേസാണ്. നേരത്തെയുള്ള 2 കേസുകളിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. അത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കൂടെയാണ് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. ആ കേസിലും കസ്റ്റഡി ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്വേഷണ സംഘവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം നൽകുന്നില്ല. മൊബൈലിന്റെ പാസ്വേഡ് കൈമാറുന്നില്ല. ഏതായാലും മൊബൈൽ ഫോൺ സയന്റിഫിക് ലാബിലേക്ക്, തിരുവനന്തപുരത്തെ FSL ലാബിലേക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് കാണാം. എല്ലാവരും കാത്തിരിക്കുന്നത് പുറത്തുവരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ്. 3ാമത്തെ കേസിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് SIT ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ഒരവസരവും കൊടുക്കാതെ പഴുതടച്ചുള്ള നീക്കത്തിലൂടെ SIT പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള SIT, ഷൊർണൂർ DVSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട് KPM റീജൻസി ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ നിന്ന് ഇന്ന് പുലർച്ചെ 12:30 രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.